നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളിമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യനെ ലേലം വിളിക്കുന്നത്. ഒരു പശുവിനേക്കാളും അല്ലെങ്കിൽ ഒരു ഭരണി വെളിച്ചെണ്ണയെക്കാളും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങളുടെ സഹോദരൻ വിൽക്കപ്പെടുകയാണ്. ഇത് ഒരു സിനിമാ കഥയൊന്നല്ല, ആധുനിക കേരളം ഉൾപ്പെടെയുള്ള ലോക ചരിത്രം സാക്ഷ്യം വഹിച്ച പച്ചയായ സത്യമാണ്. മാനുഷിക മൂല്യങ്ങളുടെയും സ്നേഹത്തിന്റെയും സന്ദേശവാഹകരായി അറിയപ്പെടുന്ന ക്രിസ്തീയ സഭകൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യവേട്ടയ്ക്ക് മതപരമായ ലൈസൻസ് നൽകിയിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പക്ഷേ ചരിത്രരേഖകൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. 1400-കളിൽ ആരംഭിച്ച് നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ആഗോള അടിമ കച്ചവടത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് വത്തിക്കാനിലെ വിചിത്രമായ ചില തിട്ടൂരങ്ങളിലേക്കാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയെയും കേരളത്തെയും നടുക്കിയ, ഇന്നും അധികമാരും തുറന്നു പറയാത്ത ആ കറുത്ത അധ്യായത്തെക്കുറിച്ചാണ്. നമുക്ക് 1452 പോകാം. പോപ്പ് നിക്കോളാസ് അഞ്ചാമൻ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നു. അതിന്റെ പേര് ഡം ഡൈവേഴ്സസ് എന്നാണ്. കേവലം ഒരു കടലാസ കഷ്ണമല്ലായിരുന്നു അത്, മറിച്ച് ഒരു ജനതയെ മുഴുവൻ ചങ്ങലക്കിടാനുള്ള മരണ വാറണ്ടായിരുന്നു. പോർച്ചുഗീസ് രാജാവായ അൽഫോൺസോ അഞ്ചാമന് പോപ്പ് നൽകിയ ഈ അനുമതി പത്രത്തിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്: അവിശ്വാസികളെയും ശത്രുക്കളെയും ആക്രമിക്കാനും കീഴടക്കാനും അവരുടെ സ്വത്തുക്കൾ കവർന്നെടുക്കാനും അവരെ നിത്യമായ അടിമത്തത്തിലേക്ക് മാറ്റാനും ഞങ്ങൾ നിങ്ങൾക്ക് അധികാരം നൽകുന്നു എന്നാണ്. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുതിയ ഭൂപ്രദേശങ്ങൾ കീഴടക്കി സ്വർണവും സുഗന്ധ വ്യഞ്ജനങ്ങളും കൈക്കലാക്കണം. അതിന് സഭയുടെ ധാർമ്മിക പിന്തുണ വേണം. പകരം സഭയ്ക്ക് പുതിയ വിശ്വാസികളെയും ആഗോള ആധിപത്യവും ലഭിക്കും. ഇതോടെ മനുഷ്യ ശരീരം വെറുമൊരു ചരക്കായി മാറി. ആഫ്രിക്കൻ തീരങ്ങളിൽ പോർച്ചുഗീസുകാർ നങ്കൂരമിട്ടത് കയ്യിൽ തോക്കും മറുകയിൽ ബൈബിളും കൊണ്ടാണ്. അവർ പിടിച്ചുകൊണ്ടുവരുന്ന ആഫ്രിക്കക്കാരെ മാമോദീസ മുക്കി ക്രിസ്ത്യാനികളാക്കി മാറ്റി. എന്നിട്ട് അവരെ ചങ്ങലക്കിട്ട് വിറ്റു. നിങ്ങളുടെ ശരീരമാണ് അടിമയാക്കപ്പെട്ടത്, ആത്മാവിപ്പോൾ ക്രിസ്തുവിലാണ് എന്ന വിചിത്രമായ ന്യായീകരണമാണ് അന്ന് വൈദികർ നൽകിയത്. നിക്കോളാസ് അഞ്ചാമന് ശേഷം വന്ന പോപ്പ് അലക്സാണ്ടർ ആറാമൻ 1493-ൽ പുറപ്പെടുവിച്ച ഇന്റർ ഖെറ്റേരിയ എന്ന തിട്ടൂരം ലോകത്തെ തന്നെ രണ്ടായി വിഭജിച്ചു. പോർച്ചുഗലിനും സ്പെയിനിനും അടിമകളെ പിടിക്കാനുള്ള അതിർത്തികൾ സഭ നിശ്ചയിച്ചു നൽകി. 19-ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന 10-ലധികം മാർപ്പാപ്പമാരുടെ ഭരണകാലം ഈ അടിച്ചമർത്തലിന് ഏതെങ്കിലും തരത്തിൽ പിന്തുണ നൽകിയിട്ടുള്ളവരാണ്. ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കടൽ യാത്ര ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒന്നാണ്. മിഡിൽ പാസേജ് എന്നറിയപ്പെട്ട ഈ യാത്രയിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീണത്. ഒരു കപ്പലിന്റെ തട്ടിൽ 2 അടി പോലും വീതിയില്ലാത്ത സ്ഥലങ്ങളിൽ മനുഷ്യരെ അടുക്കി അടുക്കി വെച്ചു. ശ്വാസം മുട്ടിയും കോളറ ബാധിച്ചും ആയിരങ്ങളാണ് മരിച്ചത്. മരിച്ചവരെ കടലിലേക്ക് എറിഞ്ഞു. സമുദ്രത്തിലെ സ്രാവുകൾ അടിമക്കപ്പലുകളെ പിന്തുടരാൻ ശീലിച്ചു. കാരണം അവർക്ക് ദിവസവും മനുഷ്യമാംസം ലഭിക്കുമായിരുന്നല്ലോ. യൂറോപ്പിലെ വമ്പൻ സാമ്രാജ്യങ്ങളായ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിന് എന്നിവർ ഈ കച്ചവടത്തിലൂടെ പടുത്തുയർത്തിയത് വൻ കോട്ടകളാണ്. സഭകൾക്ക് ഈ കച്ചവടത്തിൽ നിന്ന് ലാഭവിഹിതവും ലഭിച്ചു. വലിയ തോട്ടങ്ങളുടെ ഉടമകളായി മിഷണറി സംഘങ്ങൾ മാറി. ഇന്നും ലണ്ടനിലെയും ലിസ്ബണിലെയും പള്ളികളുടെ തറക്കല്ലുകൾ പരിശോധിച്ചാൽ അടിമകളുടെ വിയർപ്പും രക്തവും കാണാൻ കഴിയും. ഇനി നമ്മുടെ നാടിന്റെ അവസ്ഥ നോക്കാം. ഇന്ത്യയിൽ അടിമത്തം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരിക അമേരിക്കയിലെ പരുത്തിത്തോട്ടങ്ങളാണ്. എന്നാൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിൽ നൂറ്റാണ്ടുകളോളം നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ച ക്രൂരതകൾ ഇതിനേക്കാൾ ഭീകരമാണ്. ഇവിടെയാണെങ്കിൽ ജാതി വ്യവസ്ഥയും അടിമത്തവും ഇഴപിരിഞ്ഞു കിടക്കുകയായിരുന്നല്ലോ. കേരളത്തിലെ അടിമച്ചന്തകൾ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ എത്തിയതോടെ ഇവിടുത്തെ അടിമത്തത്തിന് ഒരു പുതിയ വിപണിയാണ് കൈവന്നത്. കൊച്ചി, കൊടുങ്ങല്ലൂർ, കായംകുളം എന്നിവിടങ്ങളിൽ മനുഷ്യ ചന്തകൾ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്തെ പ്രധാന ചരക്ക് പുലയരും പറയരും കുറവരും തുടങ്ങിയ വിഭാഗങ്ങളിലെ മനുഷ്യരാണ്. പോർച്ചുഗീസുകാർ ഇവരെ വിലയ്ക്ക് വാങ്ങി ഗോവയിലേക്കും അവിടെ നിന്നും ശ്രീലങ്കയിലേക്കും മൗറീഷ്യസ്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്കൊക്കെയാണ് കയറ്റി അയച്ചത്. 1841-ലെ ഒരു ബ്രിട്ടീഷ് റിപ്പോർട്ട് പ്രകാരം മലബാറിൽ മാത്രം 1.7 ലക്ഷം അടിമകൾ ഉണ്ടായിരുന്നു. ആകെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനമായിരുന്നു ഇത്. ഒരടിമയുടെ വില അന്ന് ഏകദേശം 5 മുതൽ 15 രൂപ വരെയാണ്. ഇതൊരു പോത്തിന്റെ വിലയേക്കാൾ കുറവായിരുന്നു. ഉടമസ്ഥൻ അടിമയെ അടിക്കാനും കാലുവെട്ടാനും എന്തിന് കൊല്ലാൻ പോലും നിയമപരമായ അനുവാദം ഉണ്ടായിരുന്നു. ജാതി അടിമത്തവും പള്ളിയും. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും മറ്റ് പ്രബല ജാതിക്കാരും ഒരു കാലത്ത് ധാരാളം അടിമകളെ കൈവശം വെച്ചവരാണ്. പാടങ്ങളിൽ പണിയെടുത്തിരുന്ന ഈ അടിമകളെ അടിയാന്മാർ എന്നാണ് വിളിച്ചത്. അവർക്ക് വഴി നടക്കാൻ അവകാശമില്ലായിരുന്നു. മാന്യമായ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലായിരുന്നു. സഭകളിൽ പലപ്പോഴും ഈ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. കീഴാള വിഭാഗത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് മാറിയവരെ പോലും പുതു ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ച് മാറ്റി നിർത്തി. അവർക്ക് വേണ്ടി പ്രത്യേക പള്ളികൾ പണിയുകയോ പള്ളിയുടെ പിന്നിൽ നിൽക്കാനായി നിർബന്ധിക്കുകയോ ചെയ്തു. ഇതൊക്കെയായിരുന്നു അവസ്ഥ. എന്തുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിൽ സഭകൾ പെട്ടെന്ന് അടിമത്തത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയത് എന്നറിയാമോ? അത് ശുദ്ധമായ മാനവികത മാത്രമായിരുന്നു? അല്ല. ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന് വ്യാവസായിക വിപ്ലവമാണ്. 1700-കളുടെ അവസാനം ഇംഗ്ലണ്ടിൽ മെഷീനുകൾ വന്നു. ഒരു അടിമയെ തീറ്റിപ്പോറ്റുന്നതിനേക്കാൾ ലാഭം
ഒരു തൊഴിലാളിക്ക് തുച്ഛമായ കൂലി നൽകുന്നതാണെന്ന് മുതലാളിത്തം കണ്ടെത്തി. അടിമ ഉടമസ്ഥന്റെ ബാധ്യതയാണ്, എന്നാൽ തൊഴിലാളിക്ക് പണിയില്ലെങ്കിൽ പിരിച്ചുവിടാം. ഈ സാമ്പത്തിക മാറ്റം അടിമത്തത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കി. പിന്നെ ബ്രിട്ടീഷ് താല്പര്യം, രണ്ടാമത്തെ കാരണം. ബ്രിട്ടന് അവരുടെ കോളനികളിൽ സമാധാനം വേണമായിരുന്നു. അടിമകളുടെ ലഹളകൾ സാമ്രാജ്യത്തിന് ഭീഷണിയായി. ഹൈത്തിയിലെ അടിമ വിപ്ലവം ലോകത്തെ ഞെട്ടിച്ചു. ഇതോടെ വിമോചനം എന്നത് സമാധാനമായി നിലനിർത്താനുള്ള മാർഗമായി. അടുത്തത് മിഷനറി വിപുലീകരണമാണ്. ആഫ്രിക്കയിലും ഇന്ത്യയിലും പുതിയ വിശ്വാസികളെ ചേർക്കാൻ അടിമത്തം തടസ്സമാണെന്ന് മിഷനറിമാർ തിരിച്ചറിഞ്ഞു. സ്വതന്ത്രരാക്കിയാൽ അവർ പെട്ടെന്ന് മതത്തിലേക്ക് വരുമെന്ന് അവർ കണ്ടു. അതായത് ശരീരത്തിന്റെ ഉടമയാകുന്നതിനേക്കാൾ ആത്മാവിന്റെ ഉടമയാകുന്നതാണ് നല്ലതെന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മുടെ നാട്ടിൽ അടിമത്ത നിരോധനം പെട്ടെന്നുണ്ടായ ഒന്നല്ല. 1812 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. കുട്ടികളെ വിൽക്കുന്നതും വാങ്ങുന്നതും നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമങ്ങളിൽ ഒന്നായിരുന്നു അത്. 1850കളിൽ അയ്യങ്കാളിയെ പോലെയുള്ള വിപ്ലവകാരികൾ ജനിക്കുന്നതിനു മുമ്പേ നിയമപരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. പിന്നെ CMS, LMS മിഷണറിമാർ കേരളത്തിലെ താഴെ തട്ടിലുള്ളവർക്കിടയിൽ പ്രവർത്തിച്ചു. അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും അടിമത്തത്തിനെതിരെ നിവേദനങ്ങൾ നൽകുകയും ചെയ്തു. ഇതിന്റെ ഫലമായി 1854 കൊച്ചിയിലും 55 തിരുവിതാംകൂറിലും അടിമത്തം പൂർണ്ണമായും നിയമവിരുദ്ധമായി. പക്ഷെ മണ്ണിൽ പണിയെടുത്തിരുന്ന അടിമയ്ക്ക് നിയമം മാറിയത് കൊണ്ട് മാത്രം രക്ഷയുണ്ടായില്ല. ഭൂമി മുഴുവൻ സവർണരുടെയും സഭകളുടെയും കൈവശമായിരുന്നു. അതുകൊണ്ട് സ്വതന്ത്രരായ അടിമകൾ വീണ്ടും കൂലിത്തൊഴിലാളികളായി പഴയ യജമാനന്മാരുടെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വന്നു. കാലം ഒരുപാട് മുന്നോട്ട് പോയി. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സഭയ്ക്ക് തന്റെ തെറ്റുകൾ ഏറ്റുപറയേണ്ടി വന്നു. 1992 ഫെബ്രുവരിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഫ്രിക്ക സന്ദർശിച്ചു. അടിമക്കച്ചവടത്തിന്റെ കവാടമായിരുന്ന ഹൗസ് ഓഫ് സ്ലേവ്സ് അദ്ദേഹം സന്ദർശിച്ചു. അവിടെ വെച്ച് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യനെ മൃഗങ്ങളെ പോലെ കണ്ട ഈ ക്രൂരതയ്ക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. 2000 ആണ്ടിലെ വത്തിക്കാന്റെ വിശുദ്ധ വർഷത്തിൽ സഭ നൂറ്റാണ്ടുകളായി ചെയ്ത എല്ലാ പാപങ്ങൾക്കും അതിനെല്ലാം വേണ്ടി അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു. പക്ഷെ ഒരു ചോദ്യം ബാക്കിയാണ്. മാപ്പ് ചോദിച്ചത് കൊണ്ട് മാത്രം ആ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദനകൾ ഇല്ലാതെയാകുമോ? സഭ പടുത്തുയർത്തിയ ഈ ഭീമമായ സ്വത്തിൽ അടിമകളുടെ വിയർപ്പിന് എത്ര ഓഹരിയുണ്ട്? അടിമത്തത്തിന്റെ ആ കറുത്ത അധ്യായം അവസാനിച്ചോ? രൂപം മാറിയ അടിമത്തം ഇന്നും നമുക്കിടയിലുണ്ട്. മനുഷ്യക്കടത്ത്, കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കൽ, കുറഞ്ഞ കൂലിക്ക് നടത്തുന്ന ചൂഷണം, ഇവയെല്ലാം ആ പഴയ ക്രൂരതയുടെ ആധുനിക പതിപ്പുകളാണ്. ചരിത്രത്തെ നമ്മൾ പഠിക്കേണ്ടത് അത് ആവർത്തിക്കാതിരിക്കാനാണ്. മതം സ്നേഹമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അധികാരം മതത്തിന്റെ കൈകളിൽ വരുമ്പോൾ അത് എത്രത്തോളം ഭീകരമാകാമെന്നാണ്. ക്രിസ്തുവിന്റെ പേരിൽ ചങ്ങലകൾ നിർമ്മിച്ച ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. എങ്കിൽ മാത്രമേ ഇനി ചങ്ങലകളില്ലാത്ത ഒരു ലോകം നമുക്ക് പടുത്തുയർത്താനായി സാധിക്കൂ. ഈ ചരിത്രം നിങ്ങളിൽ എത്രത്തോളം മാറ്റമുണ്ടാക്കി എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്രത്തോളം ചിന്തകൾ വരുത്തിയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇത്രയധികം അടിമകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ചരിത്രത്തിലെ ഇത്തരം ഇരുണ്ട വശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.